ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ സുഹൃത്തുക്കളെ, വളരെയധികം ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രഭാഷകനല്ല, വളരെ കുറച്ച് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വളരെ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണ്. ഏതാണ്ട് 60-65-70 വർഷം മുമ്പ് മധ്യ തിരുവിതാംകൂറിലെ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും തകരപ്പെട്ടിയും തൂക്കി പ്രതീക്ഷയോടെ നിൽക്കുന്ന 16, 17, 18, 19, 20 വയസ്സ് പ്രായമുള്ള യുവതീ യുവാക്കളെ കാണാമായിരുന്നു. അവരുടെ കണ്ണിൽ തിളങ്ങുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിളിലേക്ക് കൂടെ ഒന്ന് മടങ്ങിപ്പോവാണ്. എനിക്കെപ്പോഴും പ്രചോദനമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് അബ്രഹാമിൻ്റെ കഥ. കൽദയരുടെ ഊരിൽ നിന്ന് പുറപ്പെട്ട് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്തു. ആ ഒരു വിശ്വാസത്തോടുകൂടിയാണ് നമ്മുടെ യുവജനങ്ങൾ ഏതാണ്ട് 60-70 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ തകരപ്പെട്ടിയും തൂക്കി നിന്നവർ പലരും ഇന്ന് കൂടെ ഉണ്ട്. അത് അവരുടെ ആ പ്രതീക്ഷ നിശ്ചയമായിട്ട് സഫലമായി. അതിനുശേഷം ഞാൻ വേറൊരു സുപ്രധാനമായിട്ട് ഉള്ള ഒരു ഡേറ്റ് കൂടെ പറയും. 1968 ജൂൺ 30 അന്നാണ് അമേരിക്കയിലെ പ്രസിഡന്റ് ജോൺസൺ സാധാരണ പ്രൊഫഷണൽസിനും കൂടെ അമേരിക്കയിലേക്ക് ഏഷ്യയിൽ നിന്നുള്ളവർക്കും കൂടെ ക്ലിയറാവുന്നുള്ള നിയമത്തിന് പേപ്പറിൽ അന്നത്തെ നിയമത്തിന് ഒപ്പുവെച്ചത്. അതിനുശേഷം ഞാൻ ആ കാലത്ത് ഡൽഹിയിലായിരുന്നു. ചെറിയ ഗ്രൂപ്പുകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പറഞ്ഞു കേട്ടുള്ളൂ. നാഴ്സസ് ഹോസ്റ്റലിൽ എന്തൊരു ആവേശമായിരുന്നു. അങ്ങനെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. ഇതാണ് കുടിയേറ്റത്തിൻ്റെ ആദ്യകാല ചരിത്രം. എന്തോ ഒരു പ്രതീക്ഷയോടെയാണ് അന്ന്. ഇപ്പം അതിനുശേഷം ഈ ഒരു സംഭവത്തെപ്പറ്റി ആ കാലത്ത് എല്ലാവരും ചർച്ച ചെയ്തത്. അന്ന് പലർക്കും അറിയില്ല, അമേരിക്ക എവിടെയാണെന്ന് പോലും അറിയില്ല, ഈ യുവാക്കൾക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു, അവർ യാത്ര ചെയ്തു. അന്ന് വന്നവർ, അന്ന് 55 വർഷം മുമ്പ് വന്നവരിൽ പലരും ഇവിടെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ശ്രീ AC ജോർജ് പറഞ്ഞ പോലെ 1974 അദ്ദേഹം അമേരിക്കയിലെത്തിയത്. ഇവിടെ അതുപോലുള്ള പല നമ്മളറിയുന്ന എത്രയോ പേര് പുതിയ ജീവിതം ഇവിടെ കെട്ടിപ്പടുത്തു. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 55 വർഷക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ പ്രവാസികളുടെ ജീവിതം പൂത്തുലഞ്ഞു. അവരെന്തെല്ലാം കാര്യങ്ങൾ വിവിധ കാര്യങ്ങളിൽ കൂടി കടന്നുപോയി. മക്കളായി, കൊച്ചുമക്കളായി. ഇപ്പം മറ്റു പല പ്രഭാഷകന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ, നാട്ടിലെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ കടന്നു വന്ന വഴികൾ നമ്മൾ അവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കടമ നമുക്കുണ്ട്. ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടാണ്. ഇതൊരു പുതിയ പ്രൊജക്റ്റോ പുതിയ ചിന്താഗതിയൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ ലൈബ്രറി ആൻഡ് മ്യൂസിയം പ്രോജക്റ്റ്, അല്ലെങ്കിൽ LAMP വിളക്ക്, ഇത് നമ്മളിവിടെ തുടങ്ങി. പക്ഷേ ഇത് നമ്മുടെ മാത്രം ഒരു പ്രോജക്റ്റ് അല്ല, നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കൈമാറേണ്ട ഒരു പ്രോജക്റ്റാണ്. മറ്റേത് പള്ളികളിലോ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനങ്ങളിലോ നമുക്ക് തുടങ്ങാം. ലൈബ്രറി നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള മറ്റ് ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു പ്രദർശന വസ്തുവായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാം. അതിന് ഒരു 3-4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു പുതിയ കെട്ടിടം ഉണ്ടാകും. ഇതെല്ലാം നമുക്കിവിടെ സംഘടിപ്പിക്കാം. ഇപ്പം അതിനുള്ള ഐഡിയാസ് ഒക്കെ നമുക്കുണ്ട്. ഇത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം അതിന് നമുക്ക് ശക്തി തരട്ടെ.
നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. ഇനിയും ഇതിന് ചർച്ച ഇവിടെയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം.